കേട്ടറ്റ് യോഗ്യത നേടാത്ത അധ്യാപകരെ പുറത്താക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ തള്ളി. പരീക്ഷ പാസ്സാകാനുള്ള സമയപരിധി 3 വർഷമായി ഉയർത്തി. സംസ്ഥാന സർക്കാർ അടക്കം നൽകിയ ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി ഫെമിന ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഫെമിന, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കേരളത്തിലടക്കം അധ്യാപകരടക്കമൊക്കെ വലിയ ആശങ്കയിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പൂർണ്ണമായും തള്ളുകയായിരുന്നോ കോടതി? കേട്ടറ്റ് യോഗ്യത നേടാത്ത അധ്യാപകരെ പുറത്താക്കണമെന്നതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കേരള സർക്കാരും വിവിധ സംഘടനകളുടെ അടക്കം 45 പുനഃപരിശോധനാ ഹർജികളാണ് തുറന്ന കോടതിയിൽ സുപ്രീം കോടതി പരിശോധിച്ചത്. അത് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം പരീക്ഷ പാസ്സാകാനുള്ള സമയം 2 വർഷത്തിൽ നിന്ന് 3 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. 2012 മുൻപ് പ്രവേശിച്ച അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കരുതെന്നും വിരമിക്കുന്നതുവരെ തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ പുനഃപരിശോധനാ ഹർജികൾ നൽകിയത്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടും അധ്യാപന അഭിരുചിയെ കേന്ദ്രീകരിക്കുന്ന യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഈ കേട്ടറ്റ് യോഗ്യതാ പരീക്ഷ എല്ലാവരും പാസ്സാകണമെന്നുള്ള മുൻ ഉത്തരവ് സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തയ്യാറായില്ല. എന്തായാലും ഈ MPhil അതുപോലെ തന്നെ നെറ്റ് തുടങ്ങിയിട്ടുള്ള യോഗ്യതകളോടുകൂടി എന്നാൽ കേട്ടറ്റ് ഇല്ലാതെ ഈ അധ്യാപനത്തിൽ പ്രവേശിച്ച കേരളത്തിലെ 1,00,000-ലധികം അധ്യാപകരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. 3 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് 2012 മുൻപായിട്ട് ഈ അധ്യാപക ജോലിയിൽ കയറിയ അധ്യാപകരെല്ലാം തന്നെ 3 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നിർബന്ധമായിട്ടും പാസ്സാകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ പുനഃപരിശോധനാ ഹർജി തള്ളിയ സുപ്രീം കോടതി വിധിയിലൂടെ കേട്ടറ്റ് ഇപ്പോൾ നിർബന്ധമായും പാസ്സാകേണ്ടി വരും. ശരി, അധ്യാപകരടക്കം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ്, പുതിയ വാർത്തയാണ് ഫെമിന ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.